നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി നേര്യമംഗലം മേഖലയുടെ നേതൃത്വത്തിൽ നേര്യമംഗലം ടൗണിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി സമരം നടത്തി. മേഖലാ പ്രസിഡന്റ് EM സജീവ് അധ്യക്ഷത വഹിച്ച യോഗം കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം ഉദ്ഘാടനം ചെയ്തു. നെല്ലിമറ്റം മേഖലാ അധ്യക്ഷൻ രാജേന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഗിരി ON തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇഞ്ചത്തൊട്ടി ബൂത്ത് സെക്രട്ടറി തോമസ് PD നന്ദി രേഖപ്പെടുത്തി. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും യഥാർത്ഥ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിലുള്ളൂ എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയും നിരവധി MLA-മാരുമുള്ള കോൺഗ്രസ് ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരത്തിന് ഉണ്ടായ ഒരു കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ക്രമാതീതമായി എന്ന് പറയുമ്പോൾ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാവിധ വ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരം ഏറ്റെടുത്ത് ഇപ്പോൾ 9 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു, കേരളത്തിൽ എന്താണ് പിണറായി വിജയൻ സർക്കാർ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ആകെ ഈ 9 വർഷത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എക്സൈസ് മന്ത്രി രാജേഷിൻ്റെ ഒരു പ്രസ്താവന എല്ലാവരും കണ്ടു കാണും. ലിക്കർ, മദ്യം മേടിക്കുമ്പോൾ അതിൻ്റെ കുപ്പി തിരികെ കൊണ്ടുപോയി കൊടുത്താൽ 20 രൂപ വെച്ച് തരാം. അതാണ് ഈ സർക്കാർ ഇത്രയും കാലം കേരളത്തിലെ ജനങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. കുപ്പി കൊടുത്ത് 20 രൂപ, കുപ്പിക്ക് 20 രൂപ പറഞ്ഞ ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനം ഇത്രയും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇത്രയും അരി, പയർ, ഒരു സാധനങ്ങളില്ലാതെ എല്ലാത്തിനും സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതെ അവരെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇത് ഒരു സൂചനാപരമായ ഒരു സമരമാണ്. പാർട്ടി വരും ദിവസങ്ങളിൽ സംഘടനാപരമായ അനേകം സമരരംഗത്തേക്ക് ഇതിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇത്രയും പറഞ്ഞു.